ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും സഹാരി റൈസ് പ്ലസിൻ്റെ ഫുഡ് സേഫ്റ്റി ഓഫീസർ കോച്ചിങ്ങിലേക്ക് സ്വാഗതം. മെത്തേഡ്സ് ഓഫ് ഫുഡ് പ്രിസർവേഷൻ നമുക്ക് അറിയുന്ന കാര്യമാണ്. ഫുഡ് പ്രിസർവ് ചെയ്യാനായിട്ട് നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് ഹീറ്റാണ്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ എന്തിനാണ് ഫുഡ് കുക്ക് ചെയ്യുന്നത് വീട്ടിൽ. നമ്മൾ ഫുഡ് കുക്ക് ചെയ്തിട്ട് കഴിക്കുന്നത് എന്തിനാ? ഒന്നാമത് ടേസ്റ്റ് കാര്യങ്ങളൊക്കെ. അതുകൂടാതെ ഫുഡിനകത്തുള്ള മൈക്രോബ്സിനെയൊക്കെ ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ടല്ലേ നമ്മൾ ഫുഡ് കുക്ക് ചെയ്യുന്നതും നമ്മൾ വെള്ളം തിളപ്പിച്ചിട്ട് മാത്രം കുടിക്കുന്നതും ഒക്കെ. അപ്പോൾ ഹീറ്റ് കൊടുത്താൽ നമുക്ക് മൈക്രോബ്സിനെ ഇല്ലാണ്ടാക്കാൻ പറ്റും എന്ന് നമുക്കറിയാം. അപ്പം ഹീറ്റ് കൊടുത്താൽ നമുക്ക് മൈക്രോബ്സിനെ ഇല്ലാണ്ടാക്കാം. അതാണ് ഹീറ്റ് പ്രോസസ്സിംഗ് എന്ന് പറയുന്നത്. അതായത് ഹീറ്റ് കൊടുത്ത് ഫുഡിനെ നമ്മൾ പ്രിസർവ് ചെയ്യുന്നു. ഹീറ്റ് പ്രോസസ്സിംഗ് എന്ന് പറയുന്ന ആ ഒരു ടെക്നോളജി, അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഭവം, ഇങ്ങനെ ഹീറ്റ് കൊടുത്താൽ നമുക്ക് ഫുഡിനെ പ്രിസർവ് ചെയ്യാമെന്ന് ആദ്യമായിട്ട് കണ്ടുപിടിക്കുന്ന ആൾ നിക്കോളാസ് അപ്പേർട്ട് ആണ്. ഈ പേരുകളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബിക്കോസ് അത് ക്വസ്റ്റ്യൻസ് ആയിട്ട് പലപ്പോഴും ചോദിക്കും. സോ പേരുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ഓർത്ത് വെക്കണം, പഠിച്ചു വെക്കണം. ഓക്കെ, അപ്പം ഹീറ്റ് പ്രോസസ്സിംഗ് പറയുമ്പോൾ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ ഫുഡിനകത്തുള്ള മൈക്രോബ്സ് ഹീറ്റ് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള മൈക്രോബ്സ് ഉണ്ട്. അതായത് എല്ലാ മൈക്രോബ്സും ഒരേപോലെ ആയിരിക്കില്ല ഹീറ്റിനെ താങ്ങുന്നതും ആ ഹീറ്റിനെ ഓവർകം ചെയ്യുന്നതും ഒന്നും. ചില മൈക്രോബ്സ് ഒരു ചെറിയ ടെമ്പറേച്ചർ നമ്മൾ കൊടുക്കുമ്പോൾ തന്നെ നശിച്ചു പോകുന്ന മൈക്രോബ്സ് ഉണ്ട്. എന്നാൽ ചില മൈക്രോബ്സ് ഉണ്ട് നമ്മൾ വളരെ ഹയർ ടെമ്പറേച്ചർ കൊടുത്താൽ മാത്രമേ നശിച്ചു പോകുള്ളൂ എന്നുള്ള മൈക്രോബ്സ് ഉണ്ട്. അതായത് പല മൈക്രോബ്സിൻ്റെയും ഹീറ്റ് റെസിസ്റ്റൻസ് ഡിഫറെൻ്റ് ആണ്. ഓക്കെ, അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ ഫുഡിൽ കാണപ്പെടുന്ന ഏറ്റവും ഹീറ്റ് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള, ഏറ്റവും ചൂടിനെ ഏറ്റവും കൂടുതൽ താങ്ങാൻ പറ്റുന്ന ഒരു പാത്തജനാണ്. എന്താ ഈ പാത്തജൻ എന്ന് പറഞ്ഞാൽ? പാത്തജൻ എന്ന് പറഞ്ഞാൽ അസുഖം ഉണ്ടാക്കുന്ന മൈക്രോബ്സിനെയാണ് നമ്മൾ പാത്തജൻ എന്ന് പറയാം. നമുക്കറിയാം, നമ്മൾ നോർമലി മൈക്രോബ്സ് എന്ന് പറയുമ്പോൾ എല്ലാ മൈക്രോബ്സും അസുഖം ഉണ്ടാക്കണം എന്നൊന്നുമില്ല. ചില മൈക്രോബ്സ് നമുക്ക് ഫുഡിന് സ്പോയിലേജ് ഉണ്ടാക്കൽ മാത്രമായിരിക്കും ഉള്ളത്. എന്നാൽ ചില മൈക്രോബ്സ് അസുഖങ്ങൾ ഉണ്ടാക്കും, നമ്മുടെ ബോഡിക്ക് ഡിസീസസ് ഉണ്ടാക്കുന്ന മൈക്രോബ്സ് ഉണ്ട്. അങ്ങനെയുള്ള മൈക്രോബ്സിന് നമ്മൾ പറയുന്ന പേരാണ് പാത്തജൻസ്. ഓക്കെ, നമ്മുടെ ഫുഡിൽ കാണപ്പെടുന്ന പാത്തജൻസിൽ ഏറ്റവും ഹീറ്റ് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള, ഹീറ്റിനെ ഏറ്റവും കൂടുതൽ റെസിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന പാത്തജനാണ് ക്ലോസ്ട്രിഡിയം ബോട്ടുലിനം എന്ന് പറയുന്നത്. ആ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ക്ലിക്ക് ചെയ്യും. ബോട്ടുലിനം എന്ന് പറയുന്ന പേര് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും എന്ത് അസുഖം ഉണ്ടാക്കുന്ന പാത്തജനാണ് ഇത്. ബോട്ടുലിസം ഉണ്ടാക്കുന്ന പാത്തജനാണ് ക്ലോസ്ട്രിഡിയം ബോട്ടുലിനം എന്ന് പറയുന്നത്. ഇത് ഏറ്റവും ഹീറ്റ് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള പാത്തജനാണ് ക്ലോസ്ട്രിഡിയം ബോട്ടുലിനം. ഓക്കെ, ഈ ക്ലോസ്ട്രിഡിയം ബോട്ടുലിനം നമ്മുടെ ഫുഡിനകത്തേക്ക് ഒരു ടോക്സിൻ റിലീസ് ചെയ്യും. ആ ഒരു ടോക്സിൻ നമ്മുടെ ഉള്ളിൽ പോയാലാണ് നമുക്ക് ഈ ബോട്ടുലിസം എന്ന് പറയുന്ന അസുഖം ഉണ്ടാവുന്നത്. ഈ ടോക്സിൻ ഉണ്ടല്ലോ, ഈ ടോക്സിൻ നമുക്ക് നശിപ്പിക്കാനായിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മുടെ ഫുഡിൽ ക്ലോസ്ട്രിഡിയം ബോട്ടുലിനം ഉണ്ടെന്ന് വിചാരിക്കുക. അത് ഫുഡിനകത്തേക്ക് ഒരു ടോക്സിനെ റിലീസ് ചെയ്തിട്ടുണ്ട്. ആ ടോക്സിനുള്ള ഫുഡ് നമ്മൾ കഴിച്ചാൽ നമുക്ക് ഉറപ്പായിട്ടും ബോട്ടുലിസം വരും ആണല്ലോ. അപ്പോൾ നമുക്ക് ആ ടോക്സിനെ ഫുഡിനകത്തുനിന്ന് ഡിസ്ട്രോയ് ചെയ്യണം. എങ്ങനെ ഡിസ്ട്രോയ് ചെയ്യും? അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ മോയിസ്റ്റ് ഹീറ്റ്, ഡ്രൈ ആയിട്ടുള്ള ഹീറ്റ് അല്ല, മോയിസ്റ്റ് ആയിട്ടുള്ള ഹീറ്റ്. മോയിസ്റ്റ് ആയിട്ടുള്ള ഹീറ്റ് നമ്മൾ 100 ഡിഗ്രി സെൽഷ്യസിൽ, അതായത് 100 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചറുള്ള മോയിസ്റ്റ് ഹീറ്റിനെ നമ്മളൊരു 10 മിനിറ്റ് സമയത്തേക്ക് ആ ഫുഡിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ, അതായത് മോയിസ്റ്റ് ഹീറ്റ് യൂസ് ചെയ്ത് 100 ഡിഗ്രി സെൽഷ്യസിൽ 10 മിനിറ്റ് നമ്മൾ ഫുഡിനെ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ക്ലോസ്ട്രിഡിയം ബോട്ടുലിനം ഉണ്ടാക്കുന്ന ടോക്സിനെ ഡിസ്ട്രോയ് ചെയ്ത് കളയാൻ പറ്റും. ഓക്കെ, ഈ പോയിന്റ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ ഒരു ടോക്സിനെ നമ്മൾ ഡിസ്ട്രോയ് ചെയ്യുന്ന ടൈം ടെമ്പറേച്ചർ കോമ്പിനേഷൻ നമ്മൾ പഠിച്ചു വെക്കണം. കാരണം ഇങ്ങനെയുള്ള വാല്യൂസാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് മാർക്ക് നേടിത്തരുന്നത്. കാരണം ആ വാല്യൂസ് ആയിരിക്കും നമ്മുടെ ഓപ്ഷനിൽ കിടക്കുക. ആ വാല്യൂസ് നമ്മൾ കൃത്യമായിട്ട് പഠിച്ചില്ലെങ്കിൽ അവിടെ ചെല്ലുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ വരും. കാരണം അടുത്തടുത്തുള്ള വാല്യൂസ് ആയിരിക്കും ഓപ്ഷനിൽ തന്നിട്ടുണ്ടാവും. സോ വാല്യൂസ് എല്ലാം നമ്മൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. അത് നമുക്ക് മാർക്ക് നേടിത്തരുമെന്ന് ഷുവറാണ്. സോ നമ്മൾ പറഞ്ഞു പിന്നെ ഒരു ക്വസ്റ്റ്യൻ ഇവിടെ നിന്ന് വരാൻ നല്ല ചാൻസുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. നമ്മൾ ഫുഡിനകത്ത് കാണപ്പെടുന്ന ഏറ്റവും ഹീറ്റ് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള പാത്തജൻ ഏതാണെന്നൊരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ക്ലോസ്ട്രിഡിയം ബോട്ടുലിനം ആണെന്ന് നമ്മൾ പഠിച്ചു വെച്ചെങ്കിൽ മാത്രമേ നമുക്ക് എഴുതാൻ പറ്റുള്ളൂ. അതുപോലെ അത് റിലീസ് ചെയ്യുന്ന ടോക്സിനെ നമുക്ക് എങ്ങനെ ഡിസ്ട്രോയ് ചെയ്യാമെന്നുള്ളതും നമ്മൾ പഠിച്ചു വെക്കേണ്ട കാര്യം തന്നെയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഹീറ്റ് പ്രോസസ്സിങ്ങിനെ കുറിച്ചാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി ഹീറ്റ് പ്രോസസ്സിങ്ങിനകത്ത് പല ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് മെത്തേഡ്സ് ഉണ്ട്. ഹീറ്റ് പ്രോസസ്സിംഗ് എന്ന് പറയുമ്പോൾ ആ ഒരു വാക്ക് പറഞ്ഞാൽ അവിടെ കഴിയൂല. നമുക്ക് അതിനകത്ത് തന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മെത്തേഡ്സ് ഉണ്ട്. അതിൽ ഫസ്റ്റ് വൺ ആണ് പാസ്ചറൈസേഷൻ. പാസ്ചറൈസേഷൻ നമ്മൾ പലരും കേട്ടിട്ടുണ്ടാവും. സെക്കൻഡ് വൺ ആണ് സ്റ്റെറിലൈസേഷൻ. തേർഡ് വൺ ആണ് ബ്ലാഞ്ചിങ്. ഓക്കെ, അങ്ങനെ 3 ടൈപ്പ് ഓഫ് ഹീറ്റ് ട്രീറ്റ്മെൻറ്റിനെ കുറിച്ച് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. പാസ്ചറൈസേഷൻ ആണ് അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത്. പാസ്ചറൈസേഷൻ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം, നമ്മൾ മിൽക്കിൽ അപ്ലൈ ചെയ്യുന്ന ടെക്നോളജിയാണ് പാസ്ചറൈസേഷൻ. നമ്മൾ കോമൺലി മിൽക്കാണ് എപ്പോഴും പാസ്ചറൈസേഷൻ എന്ന് പറയുമ്പോൾ
കേൾക്കുന്ന വേർഡ്. എന്നാൽ അങ്ങനെയല്ല, മിൽക്കിൽ മാത്രമല്ല മറ്റ് ലിക്വിഡ് ഫുഡ്സിലും നമ്മൾ പാസ്ചറൈസേഷൻ ടെക്നോളജി അപ്ലൈ ചെയ്യാറുണ്ട്. ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മൾ ജ്യൂസിനെയൊക്കെ പാസ്ചറൈസ് ചെയ്യാറുണ്ട്. മിൽക്കിനെ മാത്രമല്ല, നമ്മൾ ജ്യൂസിനെയും പാസ്ചറൈസ് ചെയ്യാറുണ്ട്. നമ്മൾ എപ്പോഴും തെറ്റിദ്ധരിക്കുന്ന ഒരു കാര്യമാണ് പാസ്ചറൈസേഷൻ എന്ന് പറഞ്ഞാൽ മിൽക്ക്. അങ്ങനെയല്ല, ജ്യൂസിനെയും നമ്മൾ പാസ്ചറൈസ് ചെയ്യാറുണ്ട്. ലിക്വിഡ് ഫുഡിനെ, പല ലിക്വിഡ് ഫുഡ്സിനെയും പാസ്ചറൈസ് ചെയ്യാറുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. സോ പാസ്ചറൈസേഷൻ ചെയ്യുമ്പോൾ അവിടുത്തെ ടെമ്പറേച്ചർ, എന്തായാലും ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് ആണ്, നമ്മൾ ടെമ്പറേച്ചർ അപ്ലൈ ചെയ്യും. പാസ്ചറൈസേഷൻ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ റിലേറ്റീവ്ലി മൈൽഡാണ്, കമ്പാരിറ്റീവ്ലി മൈൽഡാണ്. മറ്റ് പ്രോസസ്സിങ് വെച്ച് നോക്കുമ്പോൾ പാസ്ചറൈസേഷൻ ടെമ്പറേച്ചർ കമ്പാരിറ്റീവ്ലി മൈൽഡാണ്, കുറച്ച് താഴ്ന്ന ടെമ്പറേച്ചറാണ്. അത് എത്രയാണ് ടെമ്പറേച്ചർ എന്നൊക്കെ നമ്മളിനി വരുന്ന ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഓക്കെ, റിലേറ്റീവ്ലി മൈൽഡ് ടെമ്പറേച്ചറാണ്. പാസ്ചറൈസേഷൻ ചെയ്യുമ്പം പാത്തജൻസ് ഇല്ലാണ്ടാവും. അതായത് ഇപ്പം റിലേറ്റീവ്ലി മൈൽഡ് ടെമ്പറേച്ചർ ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതുകൊണ്ട് തന്നെ ഒരിക്കലും പാസ്ചറൈസേഷൻ ചെയ്യുമ്പോൾ നമ്മുടെ ഫുഡിനകത്തുള്ള എല്ലാ മൈക്രോബ്സും ഇല്ലാണ്ടാവുമൊന്നുമില്ല. നമുക്ക് അസുഖങ്ങൾ ഉണ്ടാക്കുന്ന, രോഗങ്ങൾ ഉണ്ടാക്കുന്ന കുറച്ച് പാത്തജൻസിനെ മാത്രം കില്ല് ചെയ്യുക എന്നുള്ളതാണ് പാസ്ചറൈസേഷൻ്റെ ഉദ്ദേശം. അല്ലാണ്ട് എല്ലാ മൈക്രോബ്സും പാസ്ചറൈസേഷൻ ചെയ്യുമ്പോൾ ഇല്ലാണ്ടാവുന്നില്ല. അത് നമ്മൾ വ്യക്തമായിട്ട് ഓർത്ത് വയ്ക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ പാത്തജൻസ് നശിക്കും, പക്ഷെ ഒരിക്കലും പാസ്ചറൈസേഷൻ ചെയ്താൽ ഒരു മൈക്രോബ്സിനെയും സ്പോർസ് ഇല്ലാണ്ടാവുന്നില്ല. മൈക്രോബ്സ് മാത്രമേ ഇല്ലാണ്ടാവുള്ളൂ, സ്പോർസ് ഇല്ലാണ്ടാവൂല. അത് നമ്മൾ എപ്പോഴും ആലോചിക്കണം. പാസ്ചറൈസേഷൻ ചെയ്താൽ സ്പോർസ് ഇല്ലാണ്ടാവില്ല. ഓക്കെ, പിന്നെ പാസ്ചറൈസേഷൻ ഇപ്പോൾ ഇത്രയൊക്കെ കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം, മൈൽഡ് ടെമ്പറേച്ചർ ആണ്, പാത്തജൻസിനെ മാത്രമേ കൊല്ലുന്നുള്ളൂ, എല്ലാ മൈക്രോബ്സും ഇല്ലാണ്ടാവുന്നില്ല, സ്പോർസ് ഇല്ലാണ്ടാവുന്നില്ല. അതൊക്കെ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും പാസ്ചറൈസേഷൻ അങ്ങനെ ഭയങ്കര ഒരു ലോങ് ടൈം പ്രിസർവേഷൻ ഒന്നും അല്ല. കാരണം ഇത്രയും കാര്യങ്ങളൊക്കെ ഉള്ളൂ. അപ്പോൾ എന്തായാലും കുറേ അധികം നാൾ പ്രിസർവ് ചെയ്ത് ഫുഡിനെ വെക്കാൻ വേണ്ടി പാസ്ചറൈസ് ചെയ്യാന്നുള്ളത് എന്തായാലും ലോജിക്ക് ഇല്ലാത്തൊരു കാര്യമാണ് അല്ലേ. സോ പാസ്ചറൈസേഷൻ ഒരു ഷോർട്ട് ടേം പ്രിസർവേഷൻ പ്രോസസ്സാണ്. ഞാൻ ഇപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ, നമ്മളൊരു കവർ പാലെന്ന് പറഞ്ഞാൽ പാസ്ചറൈസ് ചെയ്ത പാല എന്നും പറഞ്ഞ് കുറേ മാസം വെച്ച് ഉപയോഗിക്കാനൊന്നും പറ്റില്ലല്ലോ. അതും ഫ്രിഡ്ജിൽ തന്നെ വെക്കാൻ വേണം അല്ലേ. ഷോർട്ട് ടൈം പ്രിസർവേഷൻ പ്രോസസ്സ് മാത്രമാണ് പാസ്ചറൈസേഷൻ. സെയിം ഞാനിപ്പോൾ പറഞ്ഞ പോയിന്റ്, നമ്മൾ പാസ്ചറൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മറ്റ് ടെക്നോളജീസിനൊക്കെ മേ ബി കമ്പൈൻ ചെയ്യേണ്ടി വരും. ഇപ്പോൾ പാസ്ചറൈസ്ഡ് പാല് നമ്മൾ റെഫ്രിജറേറ്ററിൽ വെച്ചിട്ട് തന്നെയല്ലേ സൂക്ഷിക്കുന്നത്. അതേപോലെ മറ്റ് ടെക്നോളജീസ് നമ്മൾ പാസ്ചറൈസേഷനിലേക്ക് കമ്പൈൻ ചെയ്ത് യൂസ് ചെയ്യാറുണ്ട് ഫോർ ഇംപ്രൂവിങ് ദ എഫിഷ്യൻസി. requires additional preserving factors such as refrigeration or low pH for long term effectiveness. അതായത് ഒരു പ്രൊഡക്റ്റിനെ നമ്മൾ പാസ്ചറൈസ് ചെയ്താൽ പാസ്ചറൈസേഷൻ മാത്രം കൊണ്ട് ആ പ്രൊഡക്റ്റ് നമ്മൾ പ്രിസർവ് ചെയ്യാന്നുള്ളൊരു കൺസെപ്റ്റിലുപരി നമ്മൾ വേറൊരു കാര്യം ചെയ്യാറുണ്ട്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പാലിൻ്റെ കേസ് തന്നെ. പാല് നമ്മൾ പാസ്ചറൈസ് ചെയ്ത് കവർ പാല് കിട്ടി, എന്നിട്ട് നമ്മൾ അതിനെ ഫ്രിഡ്ജിൽ വെക്കുന്ന എന്തിനാ, കുറച്ചും കൂടെ ഒന്ന് നമുക്ക് സൂക്ഷിച്ച് വെക്കാൻ വേണ്ടി അല്ലേ. അതായത് അവിടെ വേറൊരു റെഫ്രിജറേഷൻ എന്ന് പറഞ്ഞാൽ ടെക്നോളജിയും കൂടി പാസ്ചറൈസേഷൻ്റെ കൂടെ നമ്മൾ കമ്പൈൻ ചെയ്ത് എടുക്കുവാണ് അല്ലേ. അതുപോലെ തന്നെ നമുക്ക് ലോ പീസ് എന്ന് പറയുന്നൊരു കൺസെപ്റ്റ് ഉണ്ട്. അതെവിടെയായിരിക്കും വരുന്നത്? മിൽക്കിലാണ് റെഫ്രിജറേഷൻ വന്നത്. ലോ പി എച്ച് എവിടെയായിരിക്കും വരുന്നത്? എവിടെയായിരിക്കും? ജ്യൂസിലായിരിക്കും വരുന്നത്. ഞാൻ ഓൾറെഡി പറഞ്ഞില്ലേ, നമുക്ക് മിൽക്കിനെ മാത്രമല്ല പാസ്ചറൈസ് ചെയ്യുക, ജ്യൂസിനെ നമ്മൾ പാസ്ചറൈസ് ചെയ്യും. അപ്പോൾ ഈ ജ്യൂസിനെ പാസ്ചറൈസ് ചെയ്യുന്ന സമയത്ത്, ജ്യൂസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം മെയിനായിട്ട് നമുക്ക് മാംഗോ അങ്ങനെയുള്ള അസിഡിറ്റി ഉള്ള സാധനങ്ങളാണ് നമ്മൾ ജ്യൂസായിട്ട് കിട്ടുന്നത് അല്ലേ. അതായത് പി എച്ച് കുറഞ്ഞ, താഴ്ന്ന പി എച്ച് ഉള്ള അസിഡിക് ആയിട്ടുള്ള ഫ്രൂട്ട് ജ്യൂസസ്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളൊരു മാംഗോ ജ്യൂസ് എടുത്തു. നമുക്ക് ബോട്ടിലൊക്കെ കിട്ടുന്ന മാംഗോ ജ്യൂസ് ഇല്ലേ. അപ്പോൾ ഈ മാംഗോ ജ്യൂസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം പാസ്ചറൈസ് ചെയ്ത ജ്യൂസാണ്, ബോട്ടിലിൽ വരുന്ന പാസ്ചറൈസ് ചെയ്ത ജ്യൂസാണ്. ഈ പാസ്ചറൈസ് ചെയ്ത ജ്യൂസിന് അവിടെ പാസ്ചറൈസേഷൻ എന്ന് പറയുന്ന ഒരൊറ്റ ഘടകം കൊണ്ട് മാത്രമല്ല ആ ജ്യൂസിൻ്റെ ഷെൽഫ് ലൈഫ് നമുക്ക് ഇത്രയും കിട്ടുന്നത്. വേറൊരു കാര്യം കൂടെ അവിടെ വരുന്നുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഈ ജ്യൂസ് നമ്മൾ ലോജിക്കായിട്ട് നമ്മൾ നോർമലി ആലോചിച്ച് നോക്കുക. ഈ ജ്യൂസ് നമ്മൾ കുടിക്കുമ്പോൾ നമുക്ക് എന്ത് ടേസ്റ്റാണ് കിട്ടുന്നത്? ഒരു അസിഡിറ്റി, ഒരു പുളിപ്പ് ടേസ്റ്റ് അല്ലേ കിട്ടുന്നത്. അതായത് അതിൻ്റെ അർത്ഥം എന്താണ്? ആ ജ്യൂസിൻ്റെ പി എച്ച് ലോ ആണ്, അസിഡിക്കാണ്. അപ്പോൾ അസിഡിറ്റി എന്ന് പറയുന്ന ഒരു ഫാക്ടറും കൂടെ അവിടെ കമ്പൈൻഡ് ആയിട്ട് വന്നിട്ടാണ് ആ ഒരു മാംഗോ ജ്യൂസിൻ്റെ ഷെൽഫ് ലൈഫ് എക്സ്റ്റെൻഡ് ആവുന്നത്. മനസ്സിലായോ? നമ്മുടെ മിൽക്കിൻ്റെ കേസ് പറഞ്ഞപ്പം എന്തൊക്കെയായിരുന്നു? റെഫ്രിജറേഷൻ പ്ലസ് പാസ്ചറൈസേഷൻ. ജ്യൂസിൻ്റെ കേസ് വന്നപ്പം എന്താ? പാസ്ചറൈസേഷൻ പ്ലസ് അസിഡിറ്റി അല്ലെങ്കിൽ ലോ പി എച്ച്. ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു പ്രിൻസിപ്പൾസിനകത്ത്, എങ്ങനെയാണ് ലോ പി എച്ച് വരുമ്പോൾ, അസിഡിറ്റി വരുമ്പോൾ ഫുഡിനെ പ്രിസർവ് ചെയ്യാൻ പറ്റുകയെന്ന് നമ്മൾ പറഞ്ഞില്ലേ. കാരണം എല്ലാ മൈക്രോ ഓർഗാനിസംസിനും അസിഡിക് കണ്ടീഷനിലൊന്നും ജീവിക്കാൻ പറ്റില്ല. മിക്ക മൈക്രോ ഓർഗാനിസംസ് നോർമൽ പി എച്ചിലൊക്കെയാണ് ജീവിക്കുകയുള്ളൂ. ഹൈലി അസിഡിക് കണ്ടീഷൻ വന്നാൽ മൈക്രോ ഓർഗാനിസംസ് ഡിസ്ട്രോയ് ആയി പോകും. അപ്പം ജ്യൂസിൻ്റെ കേസിൽ നമുക്കറിയാം അസിഡിക് കണ്ടീഷനാണ്. അപ്പോൾ മൈക്രോബ്സിന് അവിടെ ജീവിക്കാനുള്ള അനുകൂല സാഹചര്യമല്ല. അപ്പോൾ ആ ലോ പി എച്ചും പിന്നെ ഓൾറെഡി നമ്മൾ പാസ്ചറൈസ് ചെയ്തല്ലോ, ആ പാസ്ചറൈസേഷൻ കൂടി കമ്പൈൻഡ് ആയിട്ടാണ് ജ്യൂസിൻ്റെ പ്രിസർവേഷനിൽ അവിടെ എഫക്റ്റ് ചെയ്യുന്നത്. മനസ്സിലായോ? ഇനി
ഇവിടെ ഒരു വേർഡ് ഉണ്ടോ, ഹർഡിൽസ് എന്ന് പറയുന്ന ഒരു വേർഡ്. എന്താണ് ഹർഡിൽ എന്ന് പറഞ്ഞാൽ? ഹർഡിൽ എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ ഒരേ ഒരു പ്രിസർവേഷൻ ടെക്നോളജി മാത്രം യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനെ ഹർഡിൽ എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ഒന്നിൽ കൂടുതൽ ടെക്നോളജി നമ്മൾ കമ്പൈൻഡ് ആയിട്ട് യൂസ് ചെയ്യാമെന്ന് വിചാരിക്കുക. ഇപ്പോൾ പറഞ്ഞ കാര്യം തന്നെ, ഇപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ മാംഗോ ജ്യൂസിൻ്റെ കേസിൽ ലോ pH പ്ലസ് പാസ്ചറൈസേഷൻ ആണ് നമ്മൾ കമ്പൈൻ ചെയ്യുന്നതെന്ന്. അതായത് ഇവിടെ ഇപ്പം 2 പ്രിസർവേഷൻ ടെക്നോളജി അല്ലേ വന്നത്, 1, 2 രണ്ടും കൂടി കമ്പൈൻ ചെയ്തല്ലേ നമ്മൾ യൂസ് ചെയ്യുന്നത്. അങ്ങനെ കമ്പൈൻ ചെയ്ത് പ്രിസർവേഷൻ മെത്തേഡ്സ് നമ്മൾ അപ്ലൈ ചെയ്യുന്നതിനെയാണ് ഹർഡിൽസ് എന്ന് പറയാം, അല്ലെങ്കിൽ ഹർഡിൽ ടെക്നോളജി എന്നൊക്കെ പറയും. ഓക്കെ, ഹർഡിൽ ടെക്നോളജി ഒക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. പക്ഷേ ഇപ്പം തൽക്കാലം മനസ്സിലാക്കുക ഹർഡിൽസ് എന്താണെന്ന്. അതായത് ഒന്നിൽ കൂടുതൽ പ്രിസർവേഷൻ മെത്തേഡ്സിനെ കമ്പൈൻഡ് ആയിട്ട് അപ്ലൈ ചെയ്യുന്നതിനെയാണ് ഹർഡിൽസ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ഇത്രയേ ഉള്ളൂ പറഞ്ഞത്. പാസ്ചറൈസേഷൻ ചെയ്യുമ്പോൾ അഡീഷണൽ ആയിട്ട് മറ്റ് പ്രിസർവേഷൻ മെത്തേഡ്സും കൂടി നമ്മൾ കമ്പൈൻ ചെയ്യാറുണ്ട്. അതായത് ഹർഡിൽ ടെക്നോളജി നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. എന്തിനു വേണ്ടിയിട്ട്? ഷെൽഫ് ലൈഫ് ഒന്നും കൂടി ഇമ്പ്രൂവ് ചെയ്യാൻ, അല്ലെങ്കിൽ എഫക്റ്റീവ്നെസ് ഒന്നും കൂടി കൂട്ടാൻ വേണ്ടിയിട്ട്. നമ്മളിപ്പോൾ എന്താ പഠിച്ചുകൊണ്ടിരിക്കുന്നത്? മെത്തേഡ്സ് ഓഫ് ഫുഡ് പ്രിസർവേഷൻ ആണ്. അതിൽ ഫസ്റ്റ് വൺ ഹീറ്റ് പ്രോസസ്സിങ്. ഹീറ്റ് പ്രോസസ്സിങ് നമ്മൾ എന്താണെന്ന് പഠിച്ചു. ആൻഡ് ഹീറ്റ് പ്രോസസ്സിങ്ങിൻ്റെ ഫസ്റ്റ് ടൈപ്പ് നമ്മൾ നോക്കി. പാസ്ചറൈസേഷൻ എന്താണെന്ന് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു അല്ലേ. ഇനി സെക്കൻഡ് വൺ എന്ന് പറഞ്ഞാൽ സ്റ്റെറിലൈസേഷൻ ആണ്. സോ എപ്പോഴും നമ്മൾ പാസ്ചറൈസേഷൻ ആൻഡ് സ്റ്റെറിലൈസേഷൻ ഇത് രണ്ടും കമ്പയർ ചെയ്ത് പഠിക്കേണ്ട ടോപ്പിക്സ് ആണ്. കാരണം നോക്കിയേ, പാസ്ചറൈസേഷനിൽ ഫസ്റ്റ് പോയിന്റ് റിലേറ്റീവ്ലി മൈൽഡ് ടെമ്പറേച്ചർ കമ്പാരിറ്റീവ്ലി കുറവാണ്. സ്റ്റെറിലൈസേഷൻ നോക്ക്, ടെമ്പറേച്ചർ കമ്പാരിറ്റീവ്ലി ഹൈ ആണ്. സോ അവിടെ തന്നെ നമുക്കൊരു ഫസ്റ്റ് കമ്പാരിസൺ കിട്ടി. പാസ്ചറൈസേഷനിൽ ടെമ്പറേച്ചർ കുറവും സ്റ്റെറിലൈസേഷനിൽ ടെമ്പറേച്ചർ കൂടുതലുമാണ്. ഓക്കെ, ടെമ്പറേച്ചർ എത്രയാണെന്നുള്ളത് അവിടെ നിൽക്കട്ടെ, നമുക്കത് പിന്നെ നോക്കാം. ഇനി പാസ്ചറൈസേഷനിൽ ഡിസ്ട്രോയ്സ് പാത്തജൻസ്. ഞാൻ പറഞ്ഞു ഒരിക്കലും പാസ്ചറൈസേഷൻ ചെയ്യുമ്പോൾ എല്ലാ മൈക്രോബ്സും അവിടെ ഡിസ്ട്രോയ് ആയി പോവില്ല, പാത്തജൻസ് മാത്രമേ ഡിസ്ട്രോയ് ആയി പോവുള്ളൂ. എന്നാൽ സ്റ്റെറിലൈസേഷനിൽ അങ്ങനെയാണോ? അല്ല, ഡിസ്ട്രോയ്സ് ഓൾ ഫോംസ് ഓഫ് മൈക്രോ ഓർഗാനിസംസ്. എല്ലാ മൈക്രോ ഓർഗാനിസംസും സ്റ്റെറിലൈസേഷനിൽ ഡിസ്ട്രോയ് ആവും. നമ്മളൊരു ഫുഡ് സ്റ്റെറിലാണ് അല്ലെങ്കിൽ സ്റ്റെറിലൈസ് ചെയ്ത ഫുഡാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ആ ഫുഡിനകത്ത് ഒരു മൈക്രോബ് പോലും ബാക്കി ഉണ്ടാവില്ല, എല്ലാ മൈക്രോബ്സും അവിടെ നശിച്ചു പോയിട്ടുണ്ടാവും. ഓക്കെ, ഇനി തേർഡ് പോയിന്റ് നോക്കിയേ, നോ എഫക്റ്റ് ഓൺ സ്പോർട്സ്. അതായത് പാസ്ചറൈസേഷൻ ചെയ്താൽ ഒരിക്കലും സ്പോർട്സ് ഇല്ലാണ്ടാവുന്നില്ല. ഇനി സ്റ്റെറിലൈസേഷനിൽ അതാണോ കേസ്? അല്ല, സ്റ്റെറിലൈസേഷൻ ചെയ്താൽ ഇൻക്ലൂഡിങ് സ്പോർട്സ് ഉൾപ്പെടെ എല്ലാ മൈക്രോ ഓർഗാനിസംസും പോകുന്ന, അതായത് സ്റ്റെറിലൈസേഷൻ ചെയ്യുമ്പോൾ സ്പോർട്സും നശിച്ചു പോവും. എന്നാൽ പാസ്ചറൈസേഷൻ ചെയ്താൽ സ്പോർട്സ് നശിച്ച് പോവില്ല. ഇനി ലാസ്റ്റ് പോയിന്റ് എന്തായിരിക്കും? അപ്പം സ്വാഭാവികമായിട്ടും ഇത്രയൊക്കെ കാര്യങ്ങളുള്ളതുകൊണ്ട് ഇതൊരു ലോങ് ടൈം പ്രിസർവേഷൻ ആണ്. സ്റ്റെറിലൈസേഷൻ ചെയ്ത സാധനം നമുക്ക് ഒത്തിരി നാൾ പ്രിസർവ് ചെയ്യാൻ പറ്റും. ഇപ്പം നേരത്തെ ഞാൻ പറഞ്ഞില്ലായിരുന്നോ അൾട്രാ ഹൈ ടെമ്പറേച്ചർ ട്രീറ്റ്മെൻറ്റ് കാര്യം, അതൊരു ഫോം ഓഫ് സ്റ്റെറിലൈസേഷൻ തന്നെയാണ്. അങ്ങനെ ചെയ്ത മിൽക്കിനെ ഞാൻ പറഞ്ഞു അക്സെപ്റ്റീവ് പാക്കേജിംഗ് ആയിട്ട് കമ്പൈൻ ചെയ്താൽ നമുക്ക് 6 മാസം വരെ റെഫ്രിജറേഷൻ ഒന്നും ഇല്ലാണ്ട് സ്റ്റോർ ചെയ്യാമെന്ന് പറഞ്ഞില്ലായിരുന്നോ. അപ്പോൾ അതും ഒരു ഫോം ഓഫ് സ്റ്റെറിലൈസേഷൻ ആണ്. അപ്പോൾ നമുക്ക് മനസ്സിലായി സ്റ്റെറിലൈസേഷൻ എന്താണ്? ലോങ് ടൈം പ്രിസർവേഷൻ ആണ്. കുറേ നാൾ ഫുഡിനെ പ്രിസർവ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? സ്റ്റെറിലൈസ് ചെയ്യണം. പക്ഷേ ഒരു പ്രശ്നമുണ്ട്, നേരത്തെ പറഞ്ഞ അതേ പ്രശ്നം തന്നെയാണ്. റീകണ്ടാമിനേഷൻ ഷുഡ് ബി പ്രിവെൻറ്റഡ് ബൈ പ്രോപ്പർ പാക്കേജിങ്. സ്റ്റെറിലൈസേഷൻ ചെയ്താൽ, അങ്ങനെയുള്ള എന്തെങ്കിലും ഹൈ ടെമ്പറേച്ചർ മെത്തേഡ് അപ്ലൈ ചെയ്താൽ നമ്മൾ അതിനെ കമ്പൈൻ ചെയ്ത് ഒരു പ്രോപ്പർ പാക്കേജിങ്ങും കൂടി കൊടുക്കണം. നമ്മൾ ഓൾറെഡി പഠിച്ചില്ലേ അസെപ്റ്റീവ് പാക്കേജിങ്ങിൻ്റെ കേസ്. അസെപ്റ്റീവ് പാക്കേജിങ്ങും UHTയും കൂടെ കമ്പൈൻ ചെയ്താണ് യൂസ് ചെയ്യുന്നതെന്നൊക്കെ ഞാൻ പറഞ്ഞില്ലേ. പ്രോപ്പർ പാക്കേജിങ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു സ്റ്റെറിലൈസേഷൻ കൊണ്ട് കാര്യമുള്ളൂ. അതെന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? നമ്മളൊരു ഫുഡിനെ സ്റ്റെറിലൈസ് ചെയ്ത് അതിനകത്തുനിന്നുള്ള മൈക്രോബ്സിനെ എല്ലാം കളഞ്ഞു എന്ന് വിചാരിക്കും. ഇതൊരു ഫുഡാണ്, എല്ലാ മൈക്രോബ്സും പോയി, കംപ്ലീറ്റ്ലി സ്റ്റെറൈലാണ്. ഇനി നമ്മൾ ഈ ഒരു ഫുഡിനെ പ്രോപ്പറായിട്ട് പാക്ക് ചെയ്തില്ല. നമ്മളൊരു ഫുഡിനെ ജസ്റ്റ് ഒരു പാക്കേജിൽ ഇട്ട് വെച്ചു, പക്ഷേ ആ ഒരു പാക്കേജ് പ്രോപ്പർ അല്ലാത്തൊരു പാക്കേജ് ആണെന്ന് വിചാരിക്കുക. അപ്പോൾ എന്ത് പറ്റും? സ്വാഭാവികമായിട്ട് തൊട്ടപ്പുറത്തിരിക്കുന്ന എന്തെങ്കിലും ഒരു വസ്തുവിൽ നിന്നും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫുഡ് പാർട്ടിക്കിളിൽ നിന്നും, അത് സ്റ്റെറിലൈസ് ചെയ്ത ഫുഡ് അല്ലല്ലോ. അല്ലെങ്കിൽ തന്നെ നമ്മുടെ എൻവയോൺമെൻറ്റ് എന്ന് പറയുമ്പം സ്റ്റെറൈലാണോ? ഒരുപാട് മൈക്രോ ഓർഗാനിസംസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ ഈ ഒരു ഫുഡ് ഇവിടെ പ്രോപ്പർലി പാക്ഡ് അല്ല. അപ്പോൾ എന്ത് പറ്റും? പുറത്തുനിന്നുള്ള കണ്ടാമിനേഷൻ നമ്മുടെ ഈ ഒരു ഫുഡിനകത്തേക്ക് കയറും. അതായത് ഈ ഫുഡ് റീകണ്ടാമിനേറ്റഡ് ആവും. റീകണ്ടാമിനേറ്റഡ് ആവാന്ന് പറഞ്ഞാൽ ഓൾറെഡി നമ്മൾ സ്റ്റെറൈൽ ചെയ്ത് വെച്ച ഫുഡ് ആയിരുന്നു, പക്ഷേ നമ്മുടെ പാക്കേജിങ്ങിൻ്റെ പ്രശ്നം കാരണം എന്ത് പറ്റി? ഈ ഫുഡ് റീകണ്ടാമിനേറ്റഡ് ആയി. അതായത് പുറത്തുനിന്നുള്ള എന്തോ മൈക്രോബ്സോ കണ്ടാമിനൻസോ എന്തോ നമ്മുടെ ഫുഡിനകത്തേക്ക് കയറി. അങ്ങനെ കയറിയാൽ പിന്നെ നമ്മൾ സ്റ്റെറിലൈസേഷൻ ചെയ്തതിന് എന്തെങ്കിലും കാര്യമുണ്ടോ? ഇല്ല. സ്റ്റെറിലൈസേഷൻ കൊണ്ട് ഒന്നേ ഉള്ളൂ നമ്മൾ ഉദ്ദേശിക്കുന്നത്. സ്റ്റെറിലൈസ് ചെയ്യുമ്പോൾ അതിലുണ്ടായിരുന്ന മൈക്രോബ്സ് പോവും.
പിന്നെ നമ്മൾ സൂക്ഷിച്ച് വെക്കണം. പിന്നെ മൈക്രോബ്സ് കയറാണ്ട് നോക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തം. അങ്ങനെ കയറാണ്ട് നോക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു അസെപ്റ്റിക് പാക്കേജിങ് പോലെയുള്ള പാക്കേജിങ് ടെക്നോളജീസ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, സോ റീകണ്ടാമിനേഷൻ നമ്മൾ അവോയ്ഡ് ചെയ്യണം, പ്രിവെൻറ്റ് ചെയ്യണം. എന്നാൽ മാത്രമേ സ്റ്റെറിലൈസേഷൻ ചെയ്തതിൻ്റെ ആ ഒരു എഫക്റ്റീവ്നെസ് നമുക്ക് കിട്ടുള്ളൂ. ഇനി തേർഡ് വൺ ബ്ലാഞ്ചിങ് ആണ്. നമ്മൾ പാസ്ചറൈസേഷൻ പറഞ്ഞു, സ്റ്റെറിലൈസേഷൻ പറഞ്ഞു. അത് നമ്മൾ കമ്പയർ ചെയ്താണ് പറഞ്ഞത്. കമ്പയർ ചെയ്ത് പറഞ്ഞപ്പം ഒരു പോയിന്റ് ഞാൻ പിന്നെ പറയാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, സ്റ്റെറിലൈസേഷൻ ടെമ്പറേച്ചറിനെ പറ്റി. സ്റ്റെറിലൈസേഷൻ ടെമ്പറേച്ചർ എന്ന് പറയുമ്പം നമ്മൾ ഇതും പഠിക്കണം, ഇതും പഠിക്കണം. നമ്മൾ സ്റ്റെറിലൈസേഷൻ നോർമലി ചിലപ്പോൾ പറയാറുണ്ട് 100 ഡിഗ്രി സെൽഷ്യസിന് എബോവ് ടെമ്പറേച്ചറാണ്. ഇപ്പം നമ്മുടെ ഓപ്ഷനിൽ എബോവ് 100 ഡിഗ്രി സെൽഷ്യസ് എന്നൊരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ നമ്മളത് ചൂസ് ചെയ്യണം. സോ ആ അങ്ങനെ ഒരു കേസ് നമ്മൾ പഠിച്ചു വയ്ക്കാം. പിന്നെ കുറച്ചും കൂടെ ഒന്ന് എക്സാക്റ്റ് ആയിട്ട് പറയാനാണെങ്കിൽ 121 ഡിഗ്രി സെൽഷ്യസ് ഫോർ 15 മിനിറ്റ്സ് എന്നാണ് പറയുക. അതായത് 121 ഡിഗ്രി സെൽഷ്യസ് ഓഫ് വെറ്റ് ഹീറ്റ്. വെറ്റ് ഹീറ്റ് എന്ന് വെച്ചാൽ മോയിസ്റ്റ് ഹീറ്റ്. നമ്മൾ നേരത്തെ ഒരു കേസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു വേർഡ്. ഡ്രൈ ഹീറ്റ് അല്ല, മോയിസ്റ്റ് ഹീറ്റ്. 121 ഡിഗ്രി സെൽഷ്യസിലുള്ള മോയിസ്റ്റ് ഹീറ്റ് 15 മിനിറ്റ് അപ്ലൈ ചെയ്യുമ്പോഴാണ് സ്റ്റെറിലൈസ് ആവുന്നത്. ഓക്കെ, ഇങ്ങനൊരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ നമ്മളത് ചൂസ് ചെയ്യാം. ഇനി അങ്ങനെയല്ല, 100 ഡിഗ്രി സെൽഷ്യസിന് എബോവ് ടെമ്പറേച്ചർ ആണെങ്കിൽ നമ്മളത് ചൂസ് ചെയ്യാം. സോ നമ്മൾ രണ്ട് രീതിയിലും പഠിച്ച് വെക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ 2 ടൈപ്പ് ഓഫ് ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് പഠിച്ചു കഴിഞ്ഞു. ഇനി തേർഡ് വൺ ബ്ലാഞ്ചിങ് ആണ്. ബ്ലാഞ്ചിങ് ഞാൻ ഓൾറെഡി ചെറുതായിട്ട് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ബ്ലാഞ്ചിങ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നമ്മളൊരു സിമ്പിളായിട്ട് പറഞ്ഞൊരു പാത്രം എടുക്കുന്നു. ആ പാത്രത്തിൽ നമ്മൾ കുറച്ച് വെള്ളം എടുക്കുന്നു. ആ വെള്ളത്തിനകത്തേക്ക് നമ്മൾ കുറച്ച് വെജിറ്റബിൾസിനെ ഇട്ടേക്കുന്നു. എന്നിട്ട് നമ്മൾ നന്നായിട്ട് തിളപ്പിക്കുന്നു. ഇതാണ് ബ്ലാഞ്ചിങ് എന്ന് പറഞ്ഞാൽ. വളരെ സിമ്പിളായിട്ടുള്ളൊരു പ്രോസസ്സാണ് ബ്ലാഞ്ചിങ്. ഓക്കെ, ഒന്നുകിൽ നമുക്ക് ഇങ്ങനെ ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റായിട്ട് സ്റ്റീം കൊടുക്കാം. നമ്മുടെ നീരാവിയില്ലേ, ചൂടാവി, ആ സ്റ്റീം നമുക്ക് കൊടുക്കാം. ഒന്നുകിൽ ഹോട്ട് വാട്ടറിൽ വെച്ച് തിളപ്പിക്കുക, അല്ലെങ്കിൽ സ്റ്റീം യൂസ് ചെയ്യുക. അത് ചെയ്ത് ഫ്രൂട്ട്സിനെയും വെജിറ്റബിൾസിനെയൊക്കെ ചൂടാക്കുന്ന പ്രോസസ്സാണ് ബ്ലാഞ്ചിങ് എന്ന് പറയുന്നത്. മൈൽഡ് ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് അപ്ലൈ ടു ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്. മൈൽഡ് ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് ആട്ടോ, ഭയങ്കര വലിയൊരു ട്രീറ്റ്മെൻ്റ് ഒന്നുമല്ല, ഒരു മൈൽഡ് ഹീറ്റ് ട്രീറ്റ്മെൻ്റ് ആണ്. നമ്മൾ ഫ്രൂട്ട്സിനും വെജിറ്റബിൾസിനും ഒക്കെ അപ്ലൈ ചെയ്യുന്ന ഒരു മൈൽഡ് ഹീറ്റ് ട്രീറ്റ്മെൻ്റ് ആണ് ബ്ലാഞ്ചിങ് എന്ന് പറയുന്നത്. ബ്ലാഞ്ചിങ്ങിൻ്റെ മെയിൻ പർപ്പസ് എന്താ? ടു ഇനാക്ടിവേറ്റ് എൻസൈംസ്. എന്താണ് എൻസൈംസ് എന്നും എൻസൈംസ് എങ്ങനെയാണ് നമ്മുടെ ഫുഡിൽ പ്രശ്നം ഉണ്ടാക്കുന്നതെന്നൊക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചു അല്ലേ. എൻസൈംസ് നമ്മുടെ ഫുഡിനകത്തുണ്ടെങ്കിൽ പല ഡിറ്റീരിയറേറ്റീവ് റിയാക്ഷൻസ് ഉണ്ടാക്കും, ബ്രൗണിങ് ഉണ്ടാക്കും, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഉണ്ടാക്കും. സോ നമുക്ക് എൻസൈംസിനെ ഒഴിവാക്കണം. അപ്പോൾ എൻസൈംസിനെ ഇനാക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മെയിനായിട്ട് ബ്ലാഞ്ചിങ് പഠിക്കുന്നത്. ഈ ഒരു പോയിന്റ് വെച്ചാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ എപ്പോൾ ബ്ലാഞ്ചിങ് പഠിച്ചാലും അല്ലെങ്കിൽ എപ്പോൾ ബ്ലാഞ്ചിങ്ങിനെ പറ്റി ഒരു ക്വസ്റ്റ്യൻ വന്നാലും ഏറ്റവും കൂടുതൽ വരാൻ ചാൻസ് ടു ഇനാക്ടിവേറ്റ് എൻസൈംസ് എന്നാണ്. അത് ഏതൊരു എക്സാം ആണെങ്കിലും ആ ഒരു പോയിന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബ്ലാഞ്ചിങ് നമ്മൾ ചെയ്യുന്നത് എൻസൈംസിനെ ഇനാക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്ലൈഡ് പ്രയർ ടു കാനിങ്, ഫ്രീസിങ് ഓർ ഡീഹൈഡ്രേഷൻ. ഈ പറയുന്ന ടെക്നോളജീസൊക്കെ കാനിങ്, ഫ്രീസിങ്, ഡീഹൈഡ്രേഷൻ ഒക്കെ ചെയ്യുന്നതിന് മുന്നായിട്ട് നമ്മൾ ഈ ഫ്രൂട്ട്സിനെയും വെജിറ്റബിൾസിനെയും ഒക്കെ ബ്ലാഞ്ച് ചെയ്യാറുണ്ട്. കാനിങ് എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് ക്യാൻഡ് ഫ്രൂട്ട്സും ക്യാൻഡ് വെജിറ്റബിൾസും ഒക്കെ ഇല്ലേ. അപ്പോൾ ഈ ഒരു കാനിങ് ടെക്നോളജി ചെയ്യുന്നതിന് മുന്നായിട്ട് എൻസൈംസിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ബ്ലാഞ്ച് ചെയ്യാറുണ്ട്. ബ്ലാഞ്ച് ചെയ്ത് എൻസൈംസിനെ ഇനാക്ടിവേറ്റ് ചെയ്തിട്ടാണ് കാനിങ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നും കൂടി കാനിങ്ങിൻ്റെ എഫക്റ്റീവ്നെസ് ഒക്കെ വർദ്ധിപ്പിക്കാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ ഈ ഫ്രൂട്ട്സിനെയും വെജിറ്റബിൾസിനെയും ഒക്കെ ഫ്രീസ് ചെയ്ത് സൂക്ഷിക്കുന്നതിന് മുന്നായിട്ടും ജസ്റ്റ് ഒന്ന് ബ്ലാഞ്ച് ചെയ്തിട്ട് ഫ്രീസ് ചെയ്യാറുണ്ട്. പിന്നെ ഡീഹൈഡ്രേഷൻ എന്താ? നമ്മൾ ഫ്രൂട്ട്സിനെയും വെജിറ്റബിൾസിനെയും ഒക്കെ ഡ്രൈ ചെയ്യത്തില്ലേ. അപ്പോൾ ഡ്രൈ ചെയ്ത് ഡ്രൈഡ് ആയിട്ടുള്ള ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് ഒക്കെ ഉണ്ടാക്കുന്നതിന് മുന്നായിട്ടും നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ബ്ലാഞ്ച് ചെയ്യാറുണ്ട്. ബ്ലാഞ്ചിങ്ങിൻ്റെ മെയിൻ ഉദ്ദേശം ടു ഇനാക്ടിവേറ്റ് എൻസൈംസ്. ആ പോയിന്റ് ഒരിക്കലും മറക്കരുത്. എങ്ങനെയാണ് നമ്മൾ ബ്ലാഞ്ചിങ് ചെയ്യുന്നത്? ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബൈ ഇമേഴ്സിങ് ദ പ്രൊഡക്റ്റ് ഇൻ ഹോട്ട് വാട്ടറിൽ വെച്ച് തിളപ്പിക്കുക, അല്ലെങ്കിൽ എക്സ്പോസിങ് ടു സ്റ്റീം കൊടുക്കുക. അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ബ്ലാഞ്ചിങ് ചെയ്യുന്നത്. മെയിൻ പോയിന്റ് ബ്ലാഞ്ചിങ് ചെയ്യുന്നത് എൻസൈംസിനെ ഇനാക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ബ്ലാഞ്ചിങ് ചെയ്യുന്നത് മെയിനായിട്ട് നമ്മൾ വേറെ എന്തെങ്കിലും ഒരു പ്രോസസ്സിങ്ങിനൊക്കെ പ്രയറായിട്ട് അതിൻ്റെ ഒരു മുന്നേ ഉള്ളൊരു സ്റ്റെപ്പായിട്ടാണ് ചെയ്യുന്നത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കാനിങ്, ഫ്രീസിങ്, ഡീഹൈഡ്രേഷൻ, അതിനൊക്കെ മുന്നേ ആയിട്ട് എൻസൈംസിനെ ഇനാക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബ്ലാഞ്ചിങ് ചെയ്യുന്നത്. ഓക്കെ, ബ്ലാഞ്ചിങ് ചെയ്യുന്നത് മെയിനായിട്ട് എൻസൈം ഇനാക്ടിവേഷനാണ് നമ്മൾ പറഞ്ഞു. അത് മാത്രമല്ല കുറച്ച് വേറെ ആപ്ലിക്കേഷൻസ് ഒക്കെ ബ്ലാഞ്ചിങ്ങിനുണ്ട്. എൻഹാൻസസ് ദി കളർ. അതായത് നമ്മളൊരു ഫ്രൂട്ട്സിനെയോ വെജിറ്റബിൾസിനെയോ ഒക്കെ ഇതേപോലെ വെള്ളത്തിലിട്ട് തിളപ്പിക്കുമ്പോൾ അതിൻ്റെ കളർ ഒന്ന് എൻഹാൻസ് ആവും. മെയിനായിട്ട് ആ സർഫസ് ഒന്നും കൂടി ബ്രൈറ്റർ ആവും. സോ കളർ എൻഹാൻസ് ആവുന്നത് ഒരു പോയിൻ്റാണ്. ഈ പോയിൻറ്റ്സ് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എൻഹാൻസസ് ദി കളർ, എക്സ്പെൽസ് എയർ ഫ്രം ദി ടിഷ്യൂ. അതായത് ഈ വെജിറ്റബിൾസിൻ്റെയൊക്കെ ടിഷ്യൂവിനകത്ത് അതിൻ്റെ ഉള്ളിൽ ഇതുണ്ടാവും, എയർ ഉണ്ടാവും, ഓക്സിജൻ ഉണ്ടാവും. ആ ഓക്സിജനെയും എയറിനെയൊക്കെ നമുക്ക് അവിടെ നിന്ന് പുറത്തേക്ക് കളയാനായിട്ട് ബ്ലാഞ്ചിങ് സഹായിക്കും. ഓക്കെ,
എക്സ്പെൽസ് എയർ ഫ്രം ദ ടിഷ്യൂ. എന്തിനാണ് നമ്മൾ എയർ കളയുന്നത്? എയർ കളഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ക്യാനിങ് ഒക്കെ ചെയ്യുന്ന സമയത്ത്, ക്യാനിങ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ ഈ ഫ്രൂട്ട്സിനെ എല്ലാം ക്യാനിങ് നമ്മൾ പഠിക്കും, എന്നാലും ഞാൻ പറയാം, നമ്മൾ ഈ ഫ്രൂട്ട്സിനെയൊക്കെ ഒരു ക്യാനിനകത്ത് ആക്കിയിട്ട് നമ്മൾ എന്താ അവിടെ നിന്ന് ഹീറ്റ് കൊടുത്തിട്ട് ഒന്ന് പ്രോസസ്സ് ചെയ്യുന്നൊരു ടെക്നിക്കാണ് ക്യാനിങ് എന്ന് പറയുന്നത്. അപ്പോൾ ക്യാനിങ് ചെയ്യുന്ന സമയത്ത് ഇതിനകത്ത് എയർ നിന്നാൽ എന്ത് പറ്റും? എയർ അവിടെ നിന്നിട്ട് ഓക്സിഡേറ്റീവ് റിയാക്ഷൻസ് നടക്കും. ഓക്സിഡേഷനൊക്കെ നടന്നിട്ട് നമ്മുടെ ഫുഡ് കമ്പോണൻസിനെ അത് എഫക്റ്റ് ചെയ്യും, ഫുഡ് ചീത്തയായി പോകാനുള്ള ചാൻസ് ഉണ്ട്. സോ നമ്മൾ ഈ ബ്ലാഞ്ചിങ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ എയറിനെ എക്സ്പെൽ ചെയ്ത് റിമൂവ് ചെയ്ത് കളയാൻ പറ്റും. പിന്നെ അടുത്ത പോയിന്റ്, ടു ക്ലീൻ ദ സർഫസ്. അതെന്തായാലും നമുക്കറിയാം, ചൂടുവെള്ളത്തിലിട്ട് തിളപ്പിക്കുമ്പോൾ സർഫസ് ക്ലീൻ ആവും. അപ്പോൾ ഈ 3 പോയിന്റും ബ്ലാഞ്ചിങ്ങിൻ്റെ അഡ്വാൻറ്റേജ് ആണ്, അല്ലെങ്കിൽ ബ്ലാഞ്ചിങ്ങിൻ്റെ എന്താ പറയുക, ബ്ലാഞ്ചിങ് ചെയ്യുമ്പോൾ നടക്കുന്ന കാര്യങ്ങളാണ് നമുക്ക് പറയാം. അപ്പം ഇപ്പം നമ്മൾ ഇങ്ങനെ പഠിക്കണം, ഇത് 1, ഇത് 2, ഇത് 3, ഇത് 4. മെയിനായിട്ട് ഈ 4 കാര്യങ്ങളാണ് ബ്ലാഞ്ചിങ്ങിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത്. ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ കണ്ടത്. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് ആൻ അഡ്വാൻറ്റേജ് ഓഫ് ബ്ലാഞ്ചിങ്? For pre-cooling, to preserve the color, to preserve the flavor, to inactivate enzymes. ഇനി ഇതിന് ഉത്തരം ഞാൻ പറയേണ്ട കാര്യമില്ല, കാരണം നമ്മൾ അത്രയും ഡീറ്റെയിൽ ആയിട്ട് അത് പഠിച്ചു. എന്താ ഉത്തരം? ഓപ്ഷൻ എ, ഫോർ പ്രീ കൂളിംഗ്. കാരണം ബാക്കി 3ഉം ബ്ലാഞ്ചിങ്ങിൻ്റെ പർപ്പസാണ്, ബ്ലാഞ്ചിങ്ങിൻ്റെ അഡ്വാൻറ്റേജ് ആണ്. ബ്ലാഞ്ചിങ് ചെയ്യുമ്പോൾ കളർ പ്രിസർവ് ചെയ്യാൻ പറ്റും, ഫ്ലേവർ പ്രിസർവ് ചെയ്യാൻ പറ്റും, എൻസൈംസിനെ ഇനാക്ടിവേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ബ്ലാഞ്ച് ചെയ്യുന്നത് നമ്മൾ പ്രീ കൂൾ ചെയ്യാൻ വേണ്ടിയിട്ടാണോ? അല്ല. സോ ഫോർ പ്രീ കൂളിംഗ് ആണ് അതിൻ്റെ ഉത്തരം. അപ്പോൾ നമ്മളിപ്പോൾ എവിടെ വരെ പഠിച്ചത്? നമ്മൾ ഹീറ്റ് പ്രോസസ്സിങ്ങിൽ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് മെത്തേഡ്സ് നോക്കി. ഫസ്റ്റ് വൺ പാസ്ചറൈസേഷൻ പഠിച്ചു, പിന്നെ സ്റ്റെറിലൈസേഷൻ പഠിച്ചു. അത് തമ്മിൽ നമ്മൾ കമ്പയർ ചെയ്ത് നോക്കി. അത് കഴിഞ്ഞിട്ട് നമ്മൾ ബ്ലാഞ്ചിങ് പഠിച്ചു അല്ലേ. ഇനി നമുക്ക് ഈ ഒരു തെർമൽ ട്രീറ്റ്മെൻറ്റ്സ്, നമ്മളിപ്പോൾ ഹീറ്റ് പ്രോസസ്സിങ് ആണല്ലോ പഠിക്കുന്നത്. അപ്പോൾ ഹീറ്റ് പ്രോസസ്സിങ് പഠിക്കുന്ന സമയത്ത് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ടേംസ് ഉണ്ട്, കുറച്ച് വാല്യൂസ് ഉണ്ട്. അതിനെക്കുറിച്ചാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അതിൽ ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ ഡി വാല്യൂ ആണ്. എന്താണ് ഡി വാല്യൂ എന്ന് നമുക്ക് നോക്കാം. ഡി വാല്യൂ എന്ന് പറഞ്ഞാൽ ടൈം ഇൻ മിനിറ്റ്സ് റിക്വയർഡ് ടു ഡിസ്ട്രോയ് 90% ഓഫ് ദി ലിവിങ് സെൽസ് ഓർ ടു റെഡ്യൂസ് ദ നമ്പർ ഓഫ് ലിവിങ് സെൽസ് ബൈ എ ഫാക്ടർ ഓഫ് 10. ഇങ്ങനെ വായിച്ചാൽ നമുക്കൊന്നും മനസ്സിലാവില്ല, സ്വാഭാവികം. ഡി വാല്യൂ എന്ന് പറഞ്ഞാൽ ടൈം ഇൻ മിനിറ്റ്സ്, അതായത് സമയമാണ്. ഡി വാല്യൂ എന്ന് പറഞ്ഞാൽ എന്തോ ഒരു സമയമാണ്. ഓക്കെ, എന്തോ ഒരു സമയമാണ്. ഓക്കെ, അതവിടെ ഇരിക്കട്ടെ. റിക്വയർഡ് ടു ഡിസ്ട്രോയ് 90% ഓഫ് ദി ലിവിങ് സെൽസ്, അതായത് നമ്മളൊരു ഫുഡ് എടുത്താൽ ആ ഫുഡിനകത്ത് കുറേ മൈക്രോബ്സ് ഉണ്ടാവുമെന്ന് നമുക്ക് എന്തായാലും ഷുവറാണ്. ഇതെല്ലാം മൈക്രോബ്സ് ആണെന്ന് വിചാരിക്കാം. മൈക്രോബ്സ് എന്തായാലും ഉണ്ടാവും. ഈ മൈക്രോബ്സിൽ ഒരു 90% മൈക്രോബ്സിനെയും കില്ല് ചെയ്യാൻ എടുക്കുന്ന സമയം, ഇപ്പോൾ മനസ്സിലായില്ലേ? ടൈം റിക്വയർഡ് ടു ഡിസ്ട്രോയ് 90% ഓഫ് ദി ലിവിങ് സെൽസ് എന്ന് വെച്ചാൽ മൈക്രോബ്സ് അറ്റ് എ സ്പെസിഫൈഡ് ടെമ്പറേച്ചർ. നമ്മളൊരു പർട്ടിക്കുലർ ടെമ്പറേച്ചർ അവിടെ ഫിക്സ് ചെയ്ത് വെക്കുകയാണ്. ആ ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ ആ ഒരു ഫുഡിനകത്തുള്ള 90% ഓഫ് മൈക്രോബ്സിനെയും ഡിസ്ട്രോയ് ചെയ്യാൻ എടുക്കുന്ന സമയം, ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ നമുക്ക് തന്നിട്ടുള്ള ഒരു ഫുഡിൽ ഉള്ള 90% മൈക്രോബ്സിനെയും ഡിസ്ട്രോയ് ചെയ്യാൻ എത്ര മിനിറ്റ് നമ്മളെടുക്കും, എത്ര ടൈം നമ്മളെടുക്കും, അതാണ് ഡി വാല്യൂ എന്ന് പറയുന്നത്. ഇപ്പം ഞാൻ പറഞ്ഞ പോലെ നമുക്ക് ഒരു രീതിയിൽ ഡെഫിനിഷൻ പറയാം. ഓക്കെ, ആ ഒരു രീതി മാത്രമല്ല, നമ്മൾ എല്ലാ രീതിയിലുള്ള ഡെഫിനിഷൻസും പഠിച്ചു വെക്കണം. കാരണം ക്വസ്റ്റ്യൻ പേപ്പറിൽ എങ്ങനെയാണ് ചോദിക്കാമെന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. സോ എല്ലാ രീതിയിലുള്ള ഡെഫിനിഷൻസും പഠിച്ചു വെച്ചാൽ നമ്മൾ സേഫായി. നമ്മൾ ഡി വാല്യൂ പഠിച്ചു, പക്ഷെ ഒരു ഡെഫിനിഷനെ പഠിച്ചോളൂ വിചാരിക്കുക. ആ ഡെഫിനിഷൻ അല്ല ചോദിച്ചത്. ഡി വാല്യൂ പഠിച്ചാൽ പിന്നെ എന്തെങ്കിലും കാര്യമുണ്ടോ? ഇല്ല. സോ നമ്മൾ എല്ലാ ടൈപ്പ് ഓഫ് ഡെഫിനിഷനും പഠിച്ചു വെക്കണം. ഇപ്പം ഞാൻ പറഞ്ഞത് ഒരു ഡെഫിനിഷനാണ്, 90% ഓഫ് മൈക്രോ ഓർഗാനിസംസിനെ കില്ല് ചെയ്യാൻ എടുക്കുന്ന സമയം അറ്റ് എ സ്പെസിഫൈഡ് ടെമ്പറേച്ചർ. അതൊരു ഡെഫിനിഷൻ. ഇതൊരെണ്ണം. ഇതൊരെണ്ണം. ഇനി സെക്കൻഡ് വൺ എന്താ? ടു റെഡ്യൂസ് ദി നമ്പർ ഓഫ് ലിവിങ് സെൽസ് ബൈ എ ഫാക്ടർ ഓഫ് 10. ലിവിങ് സെൽസിൻ്റെ എണ്ണം ബൈ എ ഫാക്ടർ ഓഫ് 10. ഫാക്ടർ ഓഫ് 10 റെഡ്യൂസ് ചെയ്യാൻ എടുക്കുന്ന സമയം, അങ്ങനെയും വേണമെങ്കിൽ പറയാം. ടു റെഡ്യൂസ് ദ നമ്പർ ഓഫ് ലിവിങ് സെൽസ് ബൈ എ ഫാക്ടർ ഓഫ് 10, അങ്ങനെ നമ്മൾ പഠിക്കണം. അതുപോലെ 1 log ഫാക്ടർ ഓർ ബൈ 1 log സൈക്കിൾ. ബൈ എ ഫാക്ടർ ഓഫ് 10 എന്ന് പറയുന്നതിന് പകരം ബൈ 1 log ഫാക്ടർ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, അല്ലെങ്കിൽ 1 log സൈക്കിൾ റിഡക്ഷൻ എന്ന് പറയാം. മൈക്രോബ്സിൻ്റെ എണ്ണം 1 log സൈക്കിൾ കുറയ്ക്കാൻ എടുക്കുന്ന സമയം എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ മൈക്രോബ്സിൻ്റെ എണ്ണം ഫാക്ടർ ഓഫ് 10 കുറയ്ക്കാനുള്ള സമയം, അല്ലെങ്കിൽ 1 log ഫാക്ടറിൽ കുറയ്ക്കാനുള്ള സമയം. ഇങ്ങനെ ഏത് രീതിയിൽ വേണമെങ്കിലും ഡി വാല്യൂവിൻ്റെ ഡെഫിനിഷൻ നമുക്ക് പറയാം. എത്ര ഡെഫിനിഷനായി ഇപ്പം? 1 ഇത്, 2 ഇത്, 3 1 log ഫാക്ടറിൻ്റെ, 4 1 log സൈക്കിളിൻ്റെ. അപ്പം 4 ഡെഫിനിഷനാണ് ഈ ഒരു സെൻറ്റൻസിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. പക്ഷെ അവിടെ എല്ലാം കോമൺ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്ന് ടൈം ഇൻ മിനിറ്റ്സ്, അത് എല്ലാ ഡെഫിനിഷനും കോമൺ ആണ്.
പിന്നെ സ്പെസിഫൈഡ് ടെമ്പറേച്ചർ, ഇതും എല്ലാ ഡിവിഷനും കോമൺ ആണ്. പിന്നെ കോമൺ അല്ലാതെ വരുന്ന കാര്യങ്ങളാണ് ഇപ്പം ഞാൻ പറഞ്ഞ 4 കാര്യങ്ങൾ. ഈ 4 രീതിയിൽ ഏത് രീതി പറഞ്ഞാലും ഡി വാല്യൂവിൻ്റെ ഡെഫിനിഷൻ തന്നെയാണ്. സോ 4 രീതിയും നമ്മൾ നിർബന്ധമായിട്ടും പഠിച്ചു വെക്കണം. ഇനി ഒന്ന് ആലോചിച്ച് നോക്കി, ഇപ്പോൾ ബാക്കിയൊക്കെ കളാം. ഡി വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? 90% ഓഫ് മൈക്രോ ഓർഗാനിസംസിനെ കൊല്ലാനെടുക്കുന്ന സമയം. ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ 90% മൈക്രോ ഓർഗാനിസംസിനെയും കൊല്ലാനെടുക്കുന്ന സമയമാണ് ഡി വാല്യൂ. അത്രയും മാത്രം ഇനി ആലോചിച്ചാൽ മതി. ഓക്കെ, ഇനി ടെമ്പറേച്ചർ കൂടി എന്ത് പറ്റും? ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ 90%, ഇപ്പം ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഒരു 80 ഡിഗ്രി സെൽഷ്യസ് ആണ് നമ്മൾ ആദ്യം ടെമ്പറേച്ചർ കീപ്പ് ചെയ്തതെന്ന് വിചാരിക്കുക. അപ്പോൾ ആ ഒരു 80 ഡിഗ്രി സെൽഷ്യസിൽ നമ്മുടെ ഫുഡിനകത്തുള്ള 90% ഓഫ് മൈക്രോ ഓർഗാനിസംസും ഇല്ലാണ്ടായി പോകാനെടുക്കുന്ന സമയമാണല്ലോ ഡി വാല്യൂ. ഇനി ഞാൻ ടെമ്പറേച്ചർ കുറച്ച് കൂട്ടി, ഞാനൊരു 100 ഡിഗ്രി സെൽഷ്യസ് ആക്കിയെന്ന് വിചാരിക്കാം. സ്വാഭാവികമായിട്ടും ടെമ്പറേച്ചർ കൂടുമ്പോൾ എന്ത് പറ്റും? ടെമ്പറേച്ചർ കൂടുമ്പോൾ ആ മൈക്രോ ഓർഗാനിസംസ് കുറച്ചും കൂടി പെട്ടെന്ന് ചത്തുപോകത്തില്ലേ? 80 ഡിഗ്രി സെൽഷ്യസിലെ മൈക്രോ ഓർഗാനിസംസ് ഇല്ലാണ്ടാവാൻ എടുക്കുന്ന സമയം ആയിരിക്കുമോ 100 ഡിഗ്രി സെൽഷ്യസിൽ എടുക്കുക? അല്ല, ടെമ്പറേച്ചർ കൂടി. അപ്പോൾ എന്തായാലും ഡെത്ത് റേറ്റ് കൂടും, മൈക്രോ ഓർഗാനിസംസ് കുറച്ചും കൂടി പെട്ടെന്ന് ഇല്ലാണ്ടാവും അല്ലേ? സോ ടെമ്പറേച്ചർ കൂടിക്കഴിഞ്ഞാൽ, ടെമ്പറേച്ചർ ഇപ്പോൾ 80 നിന്ന് 100 ആയപ്പോൾ എന്ത് പറ്റി? മൈക്രോബ്സ് ഇല്ലാണ്ടാവാൻ എടുക്കുന്ന സമയം അവിടെ കുറഞ്ഞു, കുറച്ച് പെട്ടെന്ന് മൈക്രോബ്സ് ഇല്ലാണ്ടാവാൻ തുടങ്ങി. സമയം കുറഞ്ഞു എന്ന് പറഞ്ഞാൽ എന്ത് കുറഞ്ഞു? ഡി വാല്യൂ കുറഞ്ഞു. കാരണം ഡി വാല്യൂ എന്ന് പറഞ്ഞാൽ മൈക്രോബ്സ് ഇല്ലാണ്ടാവാൻ എടുക്കുന്ന സമയമല്ലേ. നമ്മൾ ടെമ്പറേച്ചർ കൂട്ടിയാൽ നമുക്കറിയാം മൈക്രോബ്സ് ഇല്ലാണ്ടാവാൻ എടുക്കുന്ന സമയം എന്തായാലും കുറയും. മൈക്രോബ്സ് ഇല്ലാണ്ടാവാൻ എടുക്കുന്ന സമയമാണ് ഡി വാല്യൂ. സോ ടെമ്പറേച്ചർ കൂട്ടിയാൽ ആര് കുറയും? ഡി വാല്യൂ കുറയും. ഇഫ് ടെമ്പറേച്ചർ ഈസ് ഇൻക്രീസ്ഡ് ഡി വാല്യൂ ഡിക്രീസസ്. നമ്മൾ ഈ സെൻസ് വെറുതെ വായിച്ച് നമുക്കൊന്നും മനസ്സിലാവില്ല. പക്ഷെ നമ്മളിങ്ങനെ കണക്ട് ചെയ്ത് ആലോചിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, സത്യ ടെമ്പറേച്ചർ കൂട്ടിയാൽ എന്ത് പറ്റും? മൈക്രോബ്സ് എന്ത് പറ്റും? പെട്ടെന്ന് നശിക്കും. അതായത് മൈക്രോബ്സ് നശിക്കാൻ എടുക്കുന്ന സമയം കുറയും. സോ ഡി വാല്യൂ കുറയും. ഡി വാല്യൂ കുറയുന്നതിനെ നമുക്ക് വേറെ രീതിയിൽ പറയാം, റേറ്റ് ഓഫ് തെർമൽ ഡിസ്ട്രക്ഷൻ ഇൻക്രീസസ്. എന്താ റേറ്റ് ഓഫ് തെർമൽ ഡിസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ? തെർമൽ ഡിസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഒന്നുമില്ല, ടെമ്പറേച്ചർ കൊടുക്കുമ്പോൾ ഡിസ്ട്രോയ് ആവുക. ടെമ്പറേച്ചർ കൊടുക്കുമ്പോൾ മൈക്രോബ്സ് ഡിസ്ട്രോയ് ആവുന്നതിനെയാണ് തെർമൽ ഡിസ്ട്രക്ഷൻ എന്ന് പറയാം. ഓക്കെ, തെർമൽ ഡിസ്ട്രക്ഷൻ്റെ നിരക്ക്, റേറ്റ് എന്ന് പറഞ്ഞാൽ നിരക്ക്. തെർമൽ ഡിസ്ട്രക്ഷൻ്റെ നിരക്ക് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു സെക്കൻഡിൽ എത്രമാത്രം മൈക്രോബ്സ് നശിച്ചു പോകുന്നു എന്നുള്ളതിനെയല്ലേ നമ്മൾ നിരക്കെന്ന് പറയാം. റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? യൂണിറ്റ് ടൈമിൽ അല്ലെങ്കിൽ ഒരു സെക്കൻഡിൽ എത്ര മൈക്രോബ്സ് ഇല്ലാണ്ടാവുന്നു എന്നുള്ളതാണ് നിരക്ക്, റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം ഡി വാല്യൂ കുറഞ്ഞു. ഡി വാല്യൂ കുറഞ്ഞു എന്ന് വെച്ചാൽ എന്താ? സമയം കുറഞ്ഞു, മൈക്രോബ്സ് ഇല്ലാണ്ടാവാൻ എടുക്കുന്ന സമയം കുറഞ്ഞു. അതായത് ഒരു നിശ്ചിത സമയത്ത് അല്ലെങ്കിൽ ഒരു സെക്കൻഡിൽ കൂടുതൽ മൈക്രോബ്സ് ഇല്ലാണ്ടായി എന്നല്ലേ അർത്ഥം. മൈക്രോബ്സ് ഇല്ലാണ്ടാവാൻ എടുക്കുന്ന സമയം കുറവാണ്. അതായത് പെട്ടെന്ന് മൈക്രോബ്സ് ഇല്ലാണ്ടാവുന്നുണ്ട്. അതായത് മൈക്രോബ്സ് ഇല്ലാണ്ടാവുന്നതിൻ്റെ നിരക്ക് കൂടി, റേറ്റ് കൂടി, തെർമൽ ഡിസ്ട്രക്ഷൻ്റെ റേറ്റ് കൂടി എന്നല്ലേ അർത്ഥം. അതായത് ഇപ്പോൾ ഒരു സെക്കൻഡ് നമ്മൾ കൺസിഡർ ചെയ്താൽ ആ ഒരു സെക്കൻഡിൽ കൂടുതൽ മൈക്രോബ്സ് ചത്തുപോകുന്നു എന്നല്ലേ അർത്ഥം. അതായത് തെർമൽ ഡിസ്ട്രക്ഷൻ്റെ റേറ്റ് കൂടി. ഈ ഒരു സെൻറ്റൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്കത് ഒറ്റയടിക്ക് വായിക്കുമ്പോൾ ബുദ്ധിമുട്ടായിട്ട് തോന്നുമെങ്കിലും നമ്മൾ കണക്ട് ചെയ്ത് ആലോചിക്കുമ്പോൾ നമ്മൾ പഠിച്ച സെയിം കാര്യം തന്നെയാണ്. ഡി വാല്യൂ എന്ന് പറഞ്ഞാൽ 90% ഓഫ് മൈക്രോ ഓർഗാനിസംസ് ഇല്ലാണ്ടാവാൻ എടുക്കുന്ന സമയമാണ് അറ്റ് എ സ്പെസിഫൈഡ് ടെമ്പറേച്ചർ. ഓക്കെ, സോ സ്വാഭാവികമായിട്ടും നമ്മൾ ആ ടെമ്പറേച്ചർ അങ്ങോട്ട് കൂട്ടിക്കഴിഞ്ഞാൽ മൈക്രോബ്സ് പെട്ടെന്ന് ഇല്ലാണ്ടാവും. അതായത് മൈക്രോബ്സ് ഇല്ലാണ്ടാവാൻ എടുക്കുന്ന സമയം എന്ത് ചെയ്യും? സമയം കുറയും, ഡി വാല്യൂ കുറയും. ഡി വാല്യൂ കുറഞ്ഞാൽ അതിൻ്റെ അർത്ഥം മൈക്രോബ്സ് പെട്ടെന്ന് ഇല്ലാണ്ടാവുന്നു എന്നാണ്. അതായത് ഒരു സെക്കൻഡിൽ ഇല്ലാണ്ടാവുന്ന മൈക്രോബ്സിൻ്റെ എണ്ണം കൂടുന്നു, മൈക്രോബ്സ് ഇല്ലാണ്ടാവുന്നതിൻ്റെ നിരക്ക് കൂടുന്നു, റേറ്റ് കൂടുന്നു, തെർമൽ ഡിസ്ട്രക്ഷൻ്റെ റേറ്റ് കൂടുന്നു. അതാണ് നമ്മളിപ്പോൾ പഠിച്ചത്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് വേറൊരു വാല്യൂ, ഇസഡ് വാല്യൂ ആണ്. ഇസഡ് വാല്യൂ എന്താ? ദ ടെമ്പറേച്ചർ ഇൻക്രിമെൻറ്റ് നീഡഡ് ഫോർ എ 10-fold ഇൻക്രീസ് ഓഫ് ദി റേറ്റ് ഓഫ് തെർമൽ ഡിസ്ട്രക്ഷൻ, ദാറ്റ് ഈസ് for decreasing the D by a factor of 10. ഒന്നും മനസ്സിലാവില്ല ഇങ്ങനെ വായിച്ചാൽ, പക്ഷേ നോക്കാം. റേറ്റ് ഓഫ് തെർമൽ ഡിസ്ട്രക്ഷൻ. റേറ്റ് ഓഫ് തെർമൽ ഡിസ്ട്രക്ഷൻ എന്താ? തെർമൽ ഡിസ്ട്രക്ഷൻ്റെ നിരക്ക്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, തെർമൽ ഡിസ്ട്രക്ഷൻ ഒന്നുമില്ല, നമ്മൾ ഹീറ്റ് കൊടുത്തിട്ട് മൈക്രോബ്സിനെ ഇല്ലാണ്ടാക്കുന്നു. സോ നമ്മൾ തെർമൽ ഡിസ്ട്രക്ഷൻ എന്ന വേർഡ് പറയുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഈ തെർമൽ ഡിസ്ട്രക്ഷൻ്റെ നിരക്ക് കൂട്ടണം, ഇൻക്രീസ് ചെയ്യണം. എത്ര ഇൻക്രീസ് ചെയ്യണം? 10-fold ആയിട്ട് ഇൻക്രീസ് ചെയ്യണം, 10 മടങ്ങ് കൂട്ടണം തെർമൽ ഡിസ്ട്രക്ഷൻ്റെ റേറ്റ്. ഉറപ്പായിട്ടും തെർമൽ ഡിസ്ട്രക്ഷൻ്റെ റേറ്റ് കൂട്ടണമെങ്കിൽ, അതായത് മൈക്രോബ്സ് ഇല്ലാണ്ടാവുന്നതിൻ്റെ നിരക്ക് നമുക്ക് 10 മടങ്ങ് കൂട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ടെമ്പറേച്ചർ കൂട്ടണം. ടെമ്പറേച്ചർ കൂട്ടിയാൽ മാത്രമല്ലേ നമുക്ക് മൈക്രോബ്സ് ഇല്ലാണ്ടാവുന്നതിൻ്റെ നിരക്കൊക്കെ 10 മടങ്ങ് കൂട്ടാൻ പറ്റൂ. അപ്പോൾ എത്രമാത്രം ടെമ്പറേച്ചർ നമ്മൾ ഇൻക്രിമെൻറ്റ് ചെയ്യണം, എത്രമാത്രം ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യണം എന്നുള്ളതിനെയാണ് നമ്മൾ ഇസഡ് വാല്യൂ എന്ന് പറയാം. അതായത് മൈക്രോബ്സിൻ്റെ റിഡക്ഷൻ, അതിൻ്റെ റേറ്റ് ഓഫ് തെർമൽ ഡിസ്ട്രക്ഷൻ. ഓക്കെ, ആ ഒരു റേറ്റ്
10 മടങ്ങ് കൂട്ടാൻ വേണ്ടി എത്ര ടെമ്പറേച്ചർ കൂട്ടണം, അതാണ് ഇസഡ് വാല്യൂ എന്ന് പറയുന്നത്. നമുക്ക് അല്ലെങ്കിൽ വേറൊരു രീതിയിൽ പറയാം, നമുക്കിതും വേറൊരു രീതിയിലുള്ള ഡെഫിനിഷൻ ഉണ്ട്. ഫോർ ഡിക്രീസിങ് ദ ഡി ബൈ എ ഫാക്ടർ ഓഫ് 10, തെർമൽ ഡിസ്ട്രക്ഷൻ്റെ റേറ്റ് 10 മടങ്ങ് കൂട്ടാൻ വേണ്ടി. തെർമൽ ഡിസ്ട്രക്ഷൻ്റെ റേറ്റ് കൂടാന്ന് പറഞ്ഞാൽ ഒബ്വിയസ്ലി നമുക്കറിയാം തെർമൽ ഡിസ്ട്രക്ഷൻ്റെ റേറ്റ് കൂടി, അതായത് മൈക്രോ ഓർഗാനിസംസ് ഇല്ലാണ്ടാവുന്നതിൻ്റെ നിരക്ക് കൂടി എന്ന് പറഞ്ഞാൽ മൈക്രോസ് പെട്ടെന്ന് ഇല്ലാണ്ടാവുന്നുണ്ട്, അതായത് ഇല്ലാണ്ടാവാനുള്ള സമയം കുറയുന്നുണ്ട്. സമയം എന്ന് പറഞ്ഞാൽ എന്താ, ഡി വാല്യൂ. സോ ഡി വാല്യൂ കുറയുന്നുണ്ട്. അപ്പോൾ ഇത് തെർമൽ ഡിസ്ട്രക്ഷൻ്റെ റേറ്റ് കൂട്ടാന്ന് പറയുന്നതിന് പകരം ഡി വാല്യൂ കുറയ്ക്കാന്ന് പറഞ്ഞാലും പോരെ, രണ്ടും ഒരേ മീനിങ് അല്ലേ. അപ്പോൾ ഡി വാല്യൂ 10 ബൈ എ ഫാക്ടർ ഓഫ് 10, ഒരു ഫാക്ടർ ഓഫ് 10 ഡി വാല്യൂ കുറയാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ റേറ്റ് ഓഫ് തെർമൽ ഡിസ്ട്രക്ഷൻ 10 ഫോൾഡ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട്, ആ രണ്ട് രീതിയിൽ നമുക്ക് പറയാം. ഇതിൽ ഏതെങ്കിലും ഒന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, പക്ഷേ രണ്ടും പഠിക്കണം, കാരണം ക്വസ്റ്റ്യൻ ഏതാ വരാൻ നമുക്കറിയില്ല. ഓക്കെ, ഈ ഒരു സംഭവം നടക്കാൻ വേണ്ടി ഒബ്വിയസ്ലി ടെമ്പറേച്ചർ കൂട്ടണം. ആ ടെമ്പറേച്ചർ എത്രമാത്രം കൂട്ടണം എന്നുള്ളതാണ് ഇസഡ് വാല്യൂ എന്ന് പറയുന്നത്. നോർമലി മിക്ക സ്പോർ ഫോമിങ് ബാക്ടീരിയാസിൻ്റെയും കേസിൽ ഇസഡ് വാല്യൂ എന്ന് പറഞ്ഞാൽ 8 മുതൽ 12 ഡിഗ്രി സെൽഷ്യസ് വരെ ആയിരിക്കും. 8 ഡിഗ്രി സെൽഷ്യസ് ടു 12 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും ഇസഡ് വാല്യൂവിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇസഡ് വാല്യൂ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഇസഡ് വാല്യൂ എന്ന് പറഞ്ഞൊരു ടെമ്പറേച്ചറാണ്. എന്ന് വെച്ചാൽ നമ്മൾ എങ്ങനെയാണ് റേറ്റ് ഓഫ് തെർമൽ ഡിസ്ട്രക്ഷൻ 10 ഫോൾഡ് നമുക്ക് ഇൻക്രീസ് ചെയ്യണം, അല്ലെങ്കിൽ നമുക്ക് പറയാം ഡി വാല്യൂ ബൈ എ ഫാക്ടർ ഓഫ് 10 നമുക്ക് റെഡ്യൂസ് ചെയ്യണം, ഡിക്രീസ് ചെയ്യണം. അതിനു വേണ്ടി എത്ര ടെമ്പറേച്ചർ നമ്മൾ കൂട്ടണം, അതാണ് ഇസഡ് വാല്യൂ എന്ന് പറയുന്നത്. മിക്ക സ്പോർ ഫോമിങ് ബാക്ടീരിയാസിൻ്റെയും ഇസഡ് വാല്യൂ എന്ന് പറയുന്നത് 8 ഡിഗ്രി സെൽഷ്യസ് മുതൽ 12 ഡിഗ്രി സെൽഷ്യസ് വരെയാണ്. ഓക്കെ, ഇനി നമുക്ക് ഒരു വാല്യൂ കൂടി പഠിക്കാനുണ്ട്, ദാറ്റ് ഈസ് എഫ് വാല്യൂ. എഫ് വാല്യൂ എന്ന് പറഞ്ഞാൽ എളുപ്പമാണ്, നല്ല എളുപ്പമാണ്. ടൈം ഇൻ മിനിറ്റ്സ്. ഇപ്പോൾ ടൈം ഇൻ മിനിറ്റ്സ് നമ്മൾ വേറൊരു സ്ഥലത്ത് കണ്ടിട്ടുണ്ടായിരുന്നു, എവിടെയാ, ഡി വാല്യൂല്. ഡി വാല്യൂം ഒരു ടൈം ഇൻ മിനിറ്റ്സ് ആണ്, പക്ഷേ ഇതും അതും ഡിഫറെൻ്റ് ആണ്. എഫ് വാല്യൂ എന്ന് പറഞ്ഞാൽ ടൈം ഇൻ മിനിറ്റ്സ് റിക്വയർഡ് ടു ഡിസ്ട്രോയ് എ സ്പെസിഫിക് നമ്പർ ഓഫ് മൈക്രോ ഓർഗാനിസംസ് അറ്റ് എ ഗിവൺ കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ. അതായത് ഒരു പർട്ടിക്കുലർ നമ്പർ ഓഫ് മൈക്രോ ഓർഗാനിസംസിനെ നമുക്ക് ഡിസ്ട്രോയ് ചെയ്യണം, സ്പെസിഫിക് നമ്പർ ഓഫ് മൈക്രോ ഓർഗാനിസംസിനെ നമുക്ക് ഡിസ്ട്രോയ് ചെയ്യണം അറ്റ് എ കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ. നമ്മളൊരു ടെമ്പറേച്ചർ ഫിക്സ് ആക്കി വെച്ചു, ഇപ്പോൾ സേ 100. ഓക്കെ, ഞാനൊരു 100 ഡിഗ്രി സെൽഷ്യസ് ഫിക്സ് ആക്കി വെച്ചു. ആ 100 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചറിൽ ഒരു പർട്ടിക്കുലർ നമ്പർ ഓഫ് മൈക്രോ ഓർഗാനിസംസിനെ കില്ല് ചെയ്യാനായിട്ട് എനിക്ക് എത്ര സമയം വേണം, അതാണ് എഫ് വാല്യൂ എന്ന് പറയുന്നത്. 100 എന്നല്ല കേട്ടോ, ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചർ. ഒരു എക്സാമ്പിൾ മാത്രമാണ് ഞാൻ 100 എന്ന് പറഞ്ഞത്. ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ ഒരു പർട്ടിക്കുലർ നമ്പർ ഓഫ് മൈക്രോ ഓർഗാനിസംസിനെ കില്ല് ചെയ്യാൻ വേണ്ടി എത്ര സമയം എടുക്കുന്നു എന്നുള്ളതാണ് എഫ് വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കണം, നമ്മൾ എഫ് വാല്യൂ ആണെങ്കിലും നമ്മൾ ആദ്യം പഠിച്ച ഡി വാല്യൂ ആണെങ്കിലും ടൈം ഇൻ മിനിറ്റ്സ് ആണ്, മിനിറ്റ്സിലാണ് പറയുന്നത്, സെക്കൻഡ്സോ അവറോ ഒന്നുമല്ല, മിനിറ്റ്സിലാണ് നമ്മൾ പറയുന്നത്. അതും നമ്മൾ പ്രത്യേകം നോട്ട് ചെയ്യേണ്ട കാര്യമാണ്. ഓക്കെ, ഇനി എഫ് വാല്യൂ പോലൊരു അതിൻ്റെ ഒരു ടൈപ്പ് ഓഫ് സംഭവം തന്നെയാണ് F0 വാല്യൂ എന്ന് പറയുന്നത്. F0 വാല്യൂ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് വ്യത്യാസമൊന്നുമില്ല. ഞാനിവിടെ ടെമ്പറേച്ചർ 100 ആയിട്ട് ഫിക്സ് ചെയ്തില്ലായിരുന്നോ, 100 ആയിട്ട് ഫിക്സ് ചെയ്യാണ്ട് 121 ഡിഗ്രി സെൽഷ്യസ് ആയിട്ട് ഫിക്സ് ചെയ്താൽ ആ ഒരു പർട്ടിക്കുലർ എഫ് വാല്യൂവിനെ നമുക്ക് F0 എന്ന് വിളിക്കാം. അതായത് നമുക്കറിയാം എഫ് വാല്യൂ എന്ന് പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ പർട്ടിക്കുലർ നമ്പർ ഓഫ് മൈക്രോ ഓർഗാനിസംസിനെ ഡിസ്ട്രോയ് ചെയ്യാൻ എടുക്കുന്ന സമയമാണ് എഫ് വാല്യൂ. ആ ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചർ നമ്മൾ 121 ആയിട്ട് ഫിക്സ് ചെയ്ത് വെച്ചാൽ ആ എഫ് വാല്യൂവിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം, F0 വാല്യൂ എന്ന് വിളിക്കാം. അതാണ് F0 വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, ഫുഡ് പ്രിസർവേഷൻ്റെ സ്റ്റാർട്ടിംഗ് പോർഷൻസ് ആണ് നമ്മളിന്ന് പഠിച്ചത്. ഇനിയും ഒരുപാട് ടോപ്പിക്സ് നമുക്ക് ഫുഡ് പ്രിസർവേഷനിൽ കവർ ചെയ്യാനുണ്ട്. അത് നമ്മൾ ഇനി വരുന്ന ക്ലാസ്സസിൽ ടോപ്പിക്സ് കവർ ചെയ്യും. നമ്മൾ പഠിച്ച ടോപ്പിക്സ് എല്ലാം എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ബാക്കി ടോപ്പിക്സ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം.